മംഗലാപുരം ലക്ഷ്മി മെഡിക്കൽ കോളേജിന് കീഴിൽ ലക്ഷ്മി കോളേജ് ഓഫ് നഴ്സിംഗിൽ അഡ്മിഷൻ എടുത്തവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നമസ്കാരം, ഞാൻ എം കെ തോമസ്. കഴിഞ്ഞ ഈ ലക്ഷ്മി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിന് കീഴിലുള്ള ലക്ഷ്മി കോളേജ് ഓഫ് നഴ്സിംഗിൽ കഴിഞ്ഞ കൊല്ലമാണ് 100 സീറ്റ് 250 സീറ്റാക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. പലരും ഈ കൊല്ലം 2025-26 അഡ്മിഷൻ എടുത്ത നിരവധി വിദ്യാർത്ഥികൾ പലരും ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുത്ത് അഡ്മിഷൻ എടുത്തു. പിന്നെ KCET എൻട്രൻസിൽ അലോട്ട്മെൻറ്റ് പോയ പിള്ളേരെ അവർ പിഴിഞ്ഞ് കാശ് വാങ്ങിച്ചു. എല്ലാവരും കൊടുത്തിട്ട് പോന്നു. അലോട്ട്മെൻറ്റ് പോയവർക്ക് അവർ പൈസ കൂടുതൽ വാങ്ങിച്ചാൽ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി, അതായത് KEയുടെ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് പരാതി കൊടുക്കാൻ നിങ്ങൾ ആര് കൊടുക്കാൻ എന്തിയെ? നിരവധി പേരാണ് എന്നെ വിളിച്ച് കംപ്ലൈൻറ്റ്. ഞാൻ ചെയ്യാനായിട്ടാ? നിങ്ങൾ അവിടെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നില്ല. രേഖാമൂലം കംപ്ലൈൻറ്റ് കൊടുത്താൽ സർക്കാരിനോ KEയ്ക്കോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോ അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളാരും ചെയ്യുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ 100 സീറ്റിൽ നിന്ന് 250 സീറ്റിലോട്ടുള്ള സീറ്റ് വർദ്ധുവിൻ്റെ സമയത്ത് കഴിഞ്ഞ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ അവിടെ ഇൻസ്പെക്ഷൻ നടന്നിരുന്നു. എല്ലാവരും വന്ന് ഇൻസ്പെക്ഷൻ ചെയ്തു. അപ്പോൾ 100 എന്നുള്ള 250 ആകുമ്പോൾ അതനുസരിച്ചുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ വർദ്ധിപ്പിക്കണം. ഇനി അവിടെ പഠിക്കുന്നവരും ഈ കൊല്ലം പഠിക്കാൻ പോകുന്നവരും ശ്രദ്ധിച്ചു, ഈ സംവിധാനങ്ങൾ അവിടെ വർദ്ധിപ്പിച്ചോ? ആദ്യം വേണ്ടത് അവർ അധ്യാപകരാണ്. ഞാൻ കഴിഞ്ഞ പോലെ ഇൻസ്പെക്ഷൻ സമയത്ത് ഇൻസ്പെക്ഷൻ വന്നവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച എല്ലാ അധ്യാപകരും ലിസ്റ്റ് അങ്ങോട്ട് ഇടാം. അതിൽ ഏകദേശം 30ഓളം MSc അധ്യാപകരും ഉണ്ട്. അതിൽ മൊത്തം ആ ലിസ്റ്റ് കൊടുത്ത് 81 പേരാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, അവിടെ ഇരുന്ന് പഠിക്കുന്നവരും ഈ കൊല്ലം പഠിക്കാൻ ചെല്ലുന്നവരും, നിങ്ങൾ ആ പഠിക്കാൻ ഈ വർഷം ചെല്ലുന്നവരോട് ബാക്കി കാശും കൂടെ മേടിക്കും. ഇപ്പോൾ 1,40,000 കൊടുത്തല്ലേ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ബാക്കി വരുമ്പോൾ അടയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സർക്കാർ പറഞ്ഞിരിക്കുന്ന ഫീസിന് മേളിൽ ഫീസ് മേടിക്കാനും നിശ്ചയിക്കാനും ഇവരുടെ ആരുടെയും പറയുന്നില്ല, ആരുടെയും വകയൊന്നുമല്ല ഈ വിദ്യാർത്ഥികളുള്ള അവകാശം. അപ്പം നിങ്ങൾ എന്നാ ചെയ്യണം? ഈ 81 പേര് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. ആ ലിസ്റ്റ് ഇടുന്നുണ്ട്. പരിശോധിക്കുമ്പോൾ ഈ ലിസ്റ്റിൽ ആരെങ്കിലും നിങ്ങൾക്ക് നേരിൽ കാണാൻ ഇട വന്നില്ലെങ്കിൽ സധൈര്യത്തോടെ പ്രിൻസിപ്പലിനോട് ചോദിക്കണം, ഇവരെന്തിയേ? ഇവർ പറയുമൊക്കെ അങ്ങനെ പോയി, സ്ത്രീകളല്ലേ, അവർക്ക് പ്രസവ മെറ്റർനിറ്റി ലീവ് അതെന്നൊക്കെ പറഞ്ഞു വരും. അന്നേരം ചോദിക്കണം, ഇവർക്ക് പകരം ആര് വന്നു? സൂക്ഷിക്കണം. നിങ്ങൾ പൈസ കൊടുക്കും, നിങ്ങൾ കൊടുത്തു പോകും, നിങ്ങൾ ആരും പ്രതികരിക്കത്തില്ല. എന്നാലും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പറയുന്ന യോഗ്യരായ ഉചിതമായ പഠനമാണോ ലഭിക്കുന്നത് ഇല്ലയോ എന്ന് നിങ്ങൾ കൂടെ ഒന്ന് ഉറപ്പ് വരുത്തുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. താല്പര്യമുള്ളവരൊക്കെ മതി കേട്ടോ. അപ്പം ഞാനൊരു വാട്സപ്പ് ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിലോട്ടൊന്ന് ആഡായാൽ അവിടുത്തെ ഈ ലിസ്റ്റ്, ഈ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ ലിസ്റ്റിൻ്റെ ഒരു ഒറിജിനൽ കോപ്പി ഞാൻ അവിടെ ഇടാം. നിങ്ങൾക്ക് അത് ഉപകാരം ചെയ്യും. താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റൊക്കെ പറയുക, ബെൽബട്ടൺ അമർത്തുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.